ഹജ്ജിന് പോണ സമയത്ത് പെരയിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും വരാൻ പറയും. കുറച്ച് ബിരിയാണിയൊക്കെ വെക്കും. ഒരേ കുട്ടനൊക്കെ വാങ്ങി അറുത്തുങ്ങാണ്ട്, പറ്റാത്തവർക്ക് കോഴി ഉണ്ടാവും, പറ്റാത്തവർക്ക് കുറച്ച് നാടൻ ചോറുണ്ടാവും, രസം നുറുക്ക് മീനൊക്കെ വാങ്ങിയാണ്ട് പൊരിച്ചുങ്ങാണ്ട് ഒക്കെ കൊടുത്തുങ്ങാണ്ട് ഒരു പരിപാടി നടത്തും. എന്തേ? ആചാരമാണ്. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറയണമെന്ന അനുഷ്ഠാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും പോകുന്ന ആൾ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞാണ് പോകേണ്ടത്. കഴിഞ്ഞു വന്ന ആൾ എല്ലാവരും അനുമോദിക്കാനും ദുആ ചെയ്യിക്കാനും അങ്ങോട്ട് ചെല്ലലാണ് വേണ്ടത്. വ്യത്യാസങ്ങളുണ്ടാവും. ഇതിനൊക്കെ ബാക്കിൽ അനുഷ്ഠാനങ്ങളുണ്ടാവും. ആ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ആചാരങ്ങളുണ്ടാവും. ആചാരങ്ങൾ പ്രാദേശികമായ വ്യത്യാസം ഉണ്ടാവും, അനുഷ്ഠാനം എല്ലായിടത്തും ഒരേ മാതിരിക്കാരം. ഇതാണ് സംഗതി. അപ്പോൾ ഇത് രണ്ടും വേണം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ്, ആനന്ദകരമാണ്, വേണമെന്നിരുത്തിയാൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഈമാൻ്റെ രസം കിട്ടണമെങ്കിൽ മൂന്നാമതായി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം. ആ 11 കല്യാണം കഴിച്ച നബിതങ്ങളെ ഇഷ്ടപ്പെടണം. എന്താ അപ്പം അങ്ങനെയൊക്കെ ആയാൽ കാട്ടുക? 11 കല്യാണവും കഴിച്ചിട്ടുണ്ട്, അംഗീകരിക്കല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നൊന്നും പറഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല. കാരണം എന്താ? ഓൻ അംഗീകരിച്ചു, പക്ഷേ ഇഷ്ടപ്പെട്ട് അംഗീകരിച്ചതല്ല. ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെറും 11 പെണ്ണിട്ടുക എന്നുള്ള പ്രത്യേകത മാത്രമൊന്നുമല്ല. ഞമ്മക്ക് എല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. രാത്രി ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കൽ ഞമ്മക്ക് സുന്നത്താണ്. മുഹമ്മദ് നബിക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകത മാത്രമൊന്നുമല്ല, കുറേ പ്രത്യേകത ഉണ്ട്. നമുക്ക് ചില പ്രത്യേകത മാത്രം ഇങ്ങനെ ഓർമ്മയുണ്ട്. നമുക്കൊരു പെണ്ണെട്ടി, നമ്മളൊരു പെണ്ണെട്ടി, ഓളും നമ്മളും തീരെ യോജിച്ച് പോകണില്ല എന്ന് വിചാരിക്കുക. എന്നാൽ വെച്ചാൽ എൻ്റെ അടുക്ക് പോയിക്കോട്ടോ എന്ന് പറഞ്ഞാൽ തൊലാക്കുകയല്ല. പക്ഷേ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ തൊലാക്ക് ചെല്ലാൻ പാടില്ല, ഹറാമാണ്. നമ്മളൊരു കാര്യം മാത്രമാണ് പ്രത്യേകതയായിട്ട് പഠിച്ചത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊക്കെ മരിച്ചാലേ സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും. മുഹമ്മദ് നബിയുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. നഹ്നു മാശിറൽ അംബിയാ ഇലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ മരിച്ചാൽ സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തിൽ കുടുംബത്തിന്, മക്കൾക്കും ഭാര്യമാർക്കും അനന്തരമില്ല. അമ്പിയാക്കളുടെ ഒന്നും സ്വത്തിൽ അനന്തരമില്ല, മക്കൾക്ക് അനന്തരമില്ല. അപ്പോൾ ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ പോരാ, പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാ ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടും എന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞോടാം. പക്ഷേ നബിതങ്ങൾക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല. ഒരാൾക്കാർ യുദ്ധത്തിന് പോയി, 100 ആൾക്കാർ യുദ്ധത്തിന് പോയി. ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമ്മളെ നാട്ടിലെല്ലാം കച്ചറ ഉണ്ടാക്കണ്ട. യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കാം. 100 പട്ടാളക്കാർ, ഒരു 20,000 പട്ടാളക്കാർ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി തോണ്ടി തിന്നുമെന്ന് ഉറപ്പായാലേ മുസ്ലിങ്ങളായ 2200 പട്ടാളക്കാർക്ക് പിന്തിരിഞ്ഞോടാവുന്നതാണ്. പക്ഷെ മുഹമ്മദ് നബിക്ക് ഓടാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ പറ്റൂല. നമുക്ക് ആകെ നബി തങ്ങളുടെ ഒരു പ്രത്യേകത അറിയും. 11 കല്യാണം കഴിക്കാൻ പറ്റും, നമുക്ക് 4 പറ്റുള്ളൂ. 1 മാത്രം പഠിച്ചാൽ പോരാ, എല്ലാതും പഠിക്കണം. അപ്പോൾ കിട്ടും സംഗതി. അപ്പം നമുക്ക് അതിൻ്റെ രഹസ്യം എന്താണ്? അങ്ങനെ എന്നാൽ പിന്നെ ആയിക്കോട്ടേന്ന് തോന്നും, എന്നാൽ ആയിക്കോട്ടേന്ന് തോന്നും. വിമർശകന്മാർ പറഞ്ഞേട്ടാ തോന്നും നബി തങ്ങളോട് 11 പെണ്ണും ബാക്കിയുള്ളവരോട് 4 പെണ്ണും കെട്ടാൻ പറഞ്ഞതാണ് എന്ന്. അങ്ങനെയല്ല, 400 പെണ്ണ് കെട്ടിയുന്ന കാലത്താണ് നബി തങ്ങൾ വരുന്നത്. 25 ഭാര്യമാർ, 30 ഭാര്യമാർ, ചെല്ലിനോടത്തൊക്കെ പെണ്ണുങ്ങൾ. ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ജാഹിലിയ കാലഘട്ടം. അത് പറ്റൂല എന്ന് പറയാണ് ചെയ്തത്. 100 കെട്ടിയിരുന്നത് 4ലേക്ക് ചുരുക്കുകയാണ് ചെയ്തത്.
ഒന്ന് കെട്ടിയത് 4 ആക്കി അങ്ങോട്ട് മാറ്റിയിരിക്കുകയല്ല ചെയ്യണത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടാലും എന്തൊക്കെയോ തോന്നും, സുന്നത്ത് ഒരു വിവാഹമേ ഉള്ളൂ കേട്ടോ, 2ഉം 3ഉം 4ഉം ജായിസേ ഉള്ളൂ, സുന്നത്തില്ല. തഴവൻ്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളം എല്ലാവർക്കും തിരിയല്ലോ. തഴവൻ്റെ പാട്ടിൽ എടുത്തു നോക്കിക്കോളിയും, പെണ്ണിട്ടാൻ പറഞ്ഞ പാട്ടിൽ പറയുന്നുണ്ട് 1ആണ് സുന്നത്തുള്ളത്, 2ഉം 3ഉം 4ഉം വേണമെങ്കിൽ പറ്റും, ജായിസ് മാത്രമേ ഉള്ളൂ, സുന്നത്തല്ല. ചില ആൾക്കാരിങ്ങനെ പറഞ്ഞ് 4 സുന്നത്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഉള്ള മാതിരി പറയണം എല്ലതും. ഇസ്ലാം ദീനിന് ഒരു കുറവുമില്ല, ഉള്ള മാതിരി പറയുകയാണെങ്കിൽ. ഇല്ലാത്ത പറഞ്ഞാൽ കുറവുണ്ടാവും തന്നെ. അതുകൊണ്ട് എന്ത് വേണം, വരുന്ന തലമുറയെ നമുക്ക് ഇസ്ലാം ദീനിനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റണം. വരും തലമുറയെ ഇസ്ലാമിനെ നന്നായിട്ട് പഠിപ്പിക്കണം. പണ്ടത്തെ മാതിരി കൈക്കോട്ടുണ്ടായ തല മാറിയിട്ടൊന്നും ഇപ്പോൾ കഴിച്ചിലാവില്ല. മുമ്പൊക്കെ ആണെങ്കിൽ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായി ഇങ്ങോട്ട് തല മാറിങ്ങാണ്ട് രേഷം അടുത്തുകൊണ്ട് വാ, അനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അതൊന്നും പറ്റൂല, നേരെ പഠിച്ച് പറഞ്ഞാണ് കൊടുക്കേണ്ടി വരും. അതിനെന്ത് വേണം, എല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം, നല്ലോണം പഠിക്കണം. എന്നാലേ വരും കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഖിവാമ് എന്ന നിലനിൽപ്പുണ്ടാവുള്ളൂ. ഉള്ള സൗകര്യങ്ങൾ എന്താണോ അത് മുതലാക്കിയിട്ട് എല്ലാവരും പഠിക്കണം, ഇല്ലെങ്കിൽ സംശയങ്ങൾ തീർന്നു പോവില്ല. എന്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. കാരണം ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒരു പ്രത്യേകത ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ മേലെ സംസാരിക്കുമെന്നതാണ്. ആയത്ത് ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനുഷ്യന്മാരുടെ അറിവിൻ്റെ മേലെ സംസാരിക്കുന്നതാണ്. ഏതൊരു മനുഷ്യൻ്റെയും അറിവ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇസ്ലാം പറയാം. എല്ലാവരോടും ഒരേ മാതിരി അല്ല ഇസ്ലാം ദീൻ സംസാരിക്കുന്നത്. ഒരു ഹദീസിൽ നിന്ന് കന്നൂട്ടേറിന് മനസ്സിലാവണതല്ല എൻജിനീയർക്ക് മനസ്സിലാകുക, എൻജിനീയർക്ക് മനസ്സിലാവുന്നതല്ല ഡോക്ടർക്ക് മനസ്സിലാകുക, ഡോക്ടർക്ക് മനസ്സിലാകുന്നതല്ല ഡ്രൈവർക്ക് മനസ്സിലാകുക, ഡ്രൈവർക്ക് മനസ്സിലാകുന്നതല്ല മയ്യത്ത് ഒളിപ്പിക്കണവന് മനസ്സിലാകുക, ഓരോ മയ്യത്ത് ഒളിപ്പിക്കണവന് മനസ്സിലാകുന്നതല്ല കച്ചവടക്കാരന് മനസ്സിലാകുക. ഓരോ ഹദീസിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒന്നല്ല, വ്യത്യസ്തമാണ്. അതാണ് വഹയിൻ്റെ ഇൽമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങൾ വഹയിൻ്റെ ഇൽമാണ്. മനുഷ്യൻ്റെ വിവരം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിന് മുകളിലാണ് വഹയി സംസാരിക്കുക. എല്ലാ 2022 ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ, അല്ലെങ്കിൽ 2022 എന്ന് പറഞ്ഞാണ്ട് നിൽക്കും. 2022 ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി പറയുന്ന വാക്ക് ഇന്ന് പറഞ്ഞ മാതിരി ഉണ്ടാവണം. അത് പിന്നെ അന്ന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞതല്ല, അന്നിപ്പോൾ അത് അങ്ങനെ അതിനത്രക്കല്ലേ ഉള്ളൂ. അന്ന് പുരോഗമിച്ചിട്ട് എന്നൊന്നും പറയാൻ പറ്റൂല, അതൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല. 2022 ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളുടെ ഒരു സംസാരം എടുത്തിട്ട് കീറി മുറിച്ചിന് പരിശോധിച്ചാൽ 2022 ജൂൺ മാസം 4-ാം തീയതി പറഞ്ഞ മാതിരിയാണ് ഉണ്ടാവണം. അതിനെന്ത് വേണം, നല്ലോണം പഠിക്കണം, പഠനം തീരൂല. 22 പിന്നെയും പഠിക്കണം. ഇനി 2023 കിടന്നാൽ അപ്പോൾ പുതിയ കുറേ കണ്ടുപിടുത്തം വരും, അപ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും. ചില ആൾക്കാർ ചോദിക്കും, സയൻസ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ അതൊക്കെ ഇസ്ലാമിലുണ്ട് എന്ന് പറയല, നിങ്ങൾക്ക് പണി, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കും. നേരത്തെ പറയാൻ കഴിയൂല, നേരത്തെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ വിവരത്തിനനുസരിച്ചേ അള്ളാഹുവും അവൻ്റെ റസൂലും സംസാരിക്കുള്ളൂ. എവിടെയാണോ വിവരം നിൽക്കുന്നത് ആ വിവരത്തിനനുസരിച്ചാണ് പറയാം. ഞാൻ നാളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതിന്, ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദേ കരിഞ്ജീരകം എങ്ങനെയാണ് തിന്നേണ്ടത് എന്ന് കുറേ ആൾക്കാർ ചോദിക്കും എന്നോട്. ഞാനപ്പോൾ അവരോട് ചോദിക്കും, എനിക്കെന്താ ദണ്ണെന്ന് ചോദിക്കും. അല്ല ദണ്ണൊന്നുമില്ല, വെറുതെ എങ്ങനെയാണ് തിന്നേണ്ടത് എന്ന് പറഞ്ഞു തരീന്നാണ്. അപ്പോൾ ഒരു ഹദീസ് കേട്ടതാണത്. എന്താ ഹദീസ്? ഹബ്ബത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ എന്നാണ് ഹദീസ്. കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ശിഫയാകുന്നു. ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണ ആയതിൻ്റെ ശേഷം കുറേ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്.
കാരണം ഒരു മനുഷ്യൻ്റെ വിവരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാൻ ഈ ഹദീസ് വളരെ ഫിറ്റാണ്. ഹബ്ബത്തു സൗദായി കരിഞ്ചീരകം ഷിഫാഉൻ ശമനമാണ്, മിൻകുല്ലി ദാഇൻ എല്ലാ അസുഖത്തിനും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിഞ്ചീരകം എങ്ങനെയാണ് തിന്നുക എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താ ദണ്ണെന്ന് ആദ്യം തീരുമാനമാവണം. കരിഞ്ചീരകം എല്ലാ ദണ്ണത്തിനും മരുന്നാണ് എന്ന് പറഞ്ഞാൽ മരുന്നാരെങ്കിലും വെറുതെ എന്തെങ്കിലുണ്ടോ? പാരസിറ്റാമോൾ മിക്കവാറും ദണ്ണത്തിനൊക്കെ പറ്റുമല്ലോ. എന്നാൽ നമ്മൾ ഒരാവശ്യമില്ലാതെ പാരസിറ്റാമോൾ ഇങ്ങനെ കുടിച്ചോ? ഇല്ലല്ലോ, ദണ്ണുണ്ടെങ്കിലല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ കരിഞ്ചീരകം തിന്നണമെങ്കിൽ ആദ്യം എന്ത് തീരുമാനമാവണം? ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ ഏറ്റവും ആധുനികമായ പഠനത്തിൽ വന്നിട്ടുള്ളത് കരിഞ്ചീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ്. ഏറ്റവും പുതിയ പഠനം, കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവും, കിഡ്നിക്ക് തകരാറ് സംഭവിക്കും, മൂത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഏറ്റവും ആധുനികമായ പുതിയ പഠനം വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഇപ്പം ഉണ്ടാവുക? നബി തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്, ഹബ്ബത്തു സൗദായി ഷിഫാഉൻ മിൻ കുല്ലി ദാ, കരിഞ്ചീരകം ദണ്ണത്തിന് ശിഫയാണ് എന്നാ പറഞ്ഞത്. രാവിലെ പൈസനേന് തിന്നാൻ പറ്റുന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ദണ്ണത്തിന് ശിഫയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഏത് തീരുമാനമാകണം? ദണ്ണുണ്ട് എന്ന് തീരുമാനമായാലേ തിന്നാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമതൊന്നുണ്ട്, ഇതിൽ പറഞ്ഞ എന്താ നിങ്ങൾ, ഹബ്ബത്തു സൗദാ ഈ കരിഞ്ചീരകം ഷിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ ദണ്ണത്തിനും ശമനമാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് കിട്ടൂല, മരുന്നാണ് എന്നല്ലേ കിട്ടുള്ളൂ. മനസ്സിലായില്ല? ഉംറക്ക് പോയവരുണ്ടാവുമല്ലോ, ഹജ്ജിന് പോയവരുണ്ടാവുമല്ലോ, വിസിറ്റിങ്ങിന് പോയവർ ഏതായാലും ഉണ്ടാവുമല്ലോ, റെസിഡൻസി വിസ ഉള്ളവരുണ്ടാവുമല്ലോ. ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കെന്ന് പറഞ്ഞെന്നാണ് ഹബ്ബത്തു സൗദാഇ കരിഞ്ചീരകം ഷിഫാഉൻ ശമനമാണ്, മിൻ തൊട്ട്, കുല്ലി എല്ലാ, ദാഇൻ രോഗം. എവിടെ തീറ്റ? തിന്നാനുള്ള അറബി വാക്ക് അത്യാവശ്യം ഗൾഫ് പോയാൽ എല്ലാവർക്കും അറിയണം, അല്ലെങ്കിൽ തിന്നാൻ കിട്ടൂലല്ലോ. നാട്ടിലിപ്പോൾ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ കിട്ടൂല. നമ്മളെ നാട്ടിലിപ്പോൾ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് മേപ്പിട്ട് വെക്കേണ്ടി വരും. ഒരു രക്ഷയില്ല. ഗൾഫ് പോയാൽ തിന്നാൻ കിട്ടണമെങ്കിൽ ഇപ്പം അവിടെ ഇപ്പോൾ ഹിന്ദി അറിഞ്ഞാൽ മതി എന്നായിട്ടുണ്ട്. എന്നാലിപ്പോൾ ഒരു അത്യാവശ്യം അറബി എല്ലാവർക്കും അറിയല്ലോ. തിന്നാനുള്ള വാക്കൊന്ന് പറയും എല്ലാവരും. അതിലില്ല, അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. അപ്പം അല്ലെങ്കിൽ മരുന്നൊക്കെ തിന്നലല്ലോ, ഓയിൽമെൻറ്റ് തിന്നലുണ്ടാവും. ഓയിൽമെൻറ്റ് തിന്നൂലല്ലോ, അത് മരുന്നല്ലേ. മരുന്ന് പറഞ്ഞാൽ തിന്നാനുള്ളതെന്നാ കുയിനകത്തിന് ഒറ്റീസിൻ്റെ ഒരു മരുന്നുണ്ട്, അതാരെങ്കിലും തിന്നോ? ഇല്ല, അത് ശർക്കരയും പിന്നെ ചുണ്ണാമ്പും കൂടിയും കൂട്ടിയതാണ്. പക്ഷെ തിന്നാൻ പറ്റൂല ആ സാധനം. അത് പൊള്ള് ആയതുകൊണ്ടാണ് കുയിനകം മാറുന്നത്. അത് നാവുമ്പോൾ ഒറ്റിച്ച് ഒരു തുള്ളി വീതം 2 നേരം കുയിനകത്തിന് പറ്റൂല. മരുന്ന് തിന്നാനുള്ളതല്ല. ചില മരുന്ന് മൂക്ക് കൂടി വലിച്ചാലുള്ള ഉണ്ടാവും, ചിലത് നെറുവിലിടാനുള്ള ഉണ്ടാവും. പിരാന്തിനുണ്ടൊരു മരുന്നൊരു തൈലം, അത് തിന്നാനുള്ളതല്ല, അത് നെറുവിലിടലാണ്. കൊട്ടൻ ചുക്കാതി എണ്ണ, അത് തലേ തേക്കാണ് വേണ്ടത്, തിന്നാൻ പറ്റൂല. എല്ലാവും തിന്നാനുള്ളതല്ല. ഈ ഹദീസിൽ തിന്നാനോട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം എന്തേ? അപ്പം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ പഠിച്ചാൽ തീരൂല. ഇസ്ലാം ദീന്, നബിതങ്ങളുടെ ഹദീസുകൾ, തിരുവചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യൻ്റെ വിവരത്തിന് മുകളിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കും. എവിടെയാണോ വിവരമെത്തിയത് ആ വിവരത്തിൻ്റെ മേലെ സംസാരിക്കും. പിന്നെ ഹദീസുകൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ഹദീസിൽ ഒരാൾക്കൊരു സംശയം തോന്നിയാൽ അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ ആ സംശയം തീരും. കാരണം അത് വഹയിൻ്റെ ഇൽമാണ്. ഒരു ഹദീസിനെ കുറിച്ചൊരു സംശയം തോന്നിയാൽ അതേ ഹദീസ് ഒന്നുകൂടി പഠിച്ചാൽ മതി. സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് സുർക്ക തിന്നിട്ട് വെള്ളപോക്കിൻ്റെ അസുഖം വളരെ കൂടുതലാണ്, ഞാൻ പിന്നെ ഒരു സുന്നത്തായിക്കോട്ടെ എന്ന് എഴുതിക്കാണ്ട് സുർക്ക കൂട്ടലാണ്, പക്ഷെ ഭയങ്കര അസ്ഥിയുരുക്കത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു നാളൊരു പെണ്ണ്. സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞോ? നിഅമൽ ഉദുമു അൽ ഖല്ലു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുർക്ക നല്ല കൂട്ടാനാണ്. പക്ഷെ എപ്പോഴാണ് പറഞ്ഞത്? ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നു.
ആയിഷ ബീവിനോട് ചോദിച്ചു, ആയിഷ വല്ലാതെ പൈച്ചുണ്ട്, ഇവിടെ എന്തേലും ഉണ്ടോ ചോദിച്ചു. അതിൽ പറഞ്ഞു ഇവിടെ ഉണക്കറൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു ആ റൊട്ടി നല്ലതാണ് കൊണ്ടുവരാറ്, ഇതിക്ക് എന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു സുർക്കല്ലാതെ വേറെ കൂട്ടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത്, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവരേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, വേറെ ഒന്നുമില്ലെങ്കിൽ അച്ചാറ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തിരിഞ്ഞില്ലെങ്കിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുർക്കേണ്ട തിന്നുങ്ങാണ്ട് അവസാനം വെള്ളപോക്കാന്ന് പറഞ്ഞാണ്ട് ഹദീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഹദീസ് നല്ലോണം പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും. ഉസ്താദ്മാരാണെങ്കിൽ അത് ഫ്രെയിം ചെയ്തിട്ട് റബീഉൽ അവ്വൽ 12-ന് അന്ന് സ്റ്റേജിൽ വെച്ച് തരും ചെയ്യും. ഇനിയിപ്പോൾ അത്യാവശ്യം പുതിയാപ്പിള വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ അതാണ് കൊണ്ടുപോയി തൂക്കിയാൽ മതിയാകും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് നമ്മളാരും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സർട്ടിഫിക്കറ്റിനെ പറ്റി ആലോചിക്കലുമില്ല. ദീനീ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റായി മാറിയിട്ടുണ്ട്. ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സർട്ടിഫിക്കറ്റായി മാറി. ഇതൊക്കെയാണ് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദീന് നല്ലോണം പഠിക്കണം. ദുന്യാവ് എത്രയാ പഠിക്കണമെന്ന് വെച്ചാൽ അത്ര ദീനും പഠിക്കണം, എന്നാലേ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇസ്ലാം ദീനിൽ ഏത് വിഷയങ്ങൾ പഠിച്ചാലും തീരും. പക്ഷേ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മുഹമ്മദ് നബി എന്ന സത്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ചാൽ തീരും, ഫിഖ് പഠിച്ചാൽ തീരും, ഹദീസ് പഠിച്ചാൽ തീരും. പഠിച്ചാൽ തീരാത്ത ഒന്ന് മാത്രമേ ഉള്ളത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിച്ചാൽ തീരൂല, പഠിക്കണേനനുസരിച്ച് കൂടും. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി നിന്ന സഹാബിയുണ്ട്, സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം രാവിലെ വരും, നബി തങ്ങളങ്ങനെ നോക്കും, വൈകുന്നേരം പോകും, രാത്രി മുസ്തഫായ നബി തങ്ങൾ കടന്നിട്ട് പോകും. പകലൊക്കെ നബി തങ്ങൾ കിടക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ തലയണയിൽ തന്നെ തല വെച്ചുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കിടക്കാറുണ്ടായിരുന്നു. അത്രയും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി. 10ാമത്തെ കൊല്ലം മോത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു ദിവസം നബി തങ്ങൾ ചോദിച്ചു, എത്തണ്ണിയപ്പം എൻ്റെ പൂതി, എന്താ ജിൻ്റെ മോത്തേക്ക് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്, അത് ആസ്വദിച്ച് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളൊരു പെണ്ണിട്ടി കൊടുന്നു എന്ന് വിചാരിക്കുക, 19 വയസ്സായ ഒരു കുട്ടിനെ നോക്കിയാൽ തീരൂലേ? 20ാമത്തെ വയസ്സിൽ അത്ര തന്നെ നോക്കുമോ? 30-ൽ അത്ര തന്നെ നോക്കുമോ? 60-ൽ തിരിഞ്ഞു നോക്കുമോ? ഉണ്ടാവില്ല. ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടും. പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. അതുകൊണ്ട് എത്ര വിവരം ഉണ്ടെങ്കിലും നബി തങ്ങളെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ അവസാനിപ്പിക്കാതിരിക്കുക. എപ്പോഴും നമ്മളെ പ്രസംഗങ്ങളും നമ്മുടെ ചിന്തകളും വായനകളും ഒക്കെ അതേക്കുറിച്ചായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളായിരുന്നു ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചായിരുന്നു. ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു എന്നാണ്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഇങ്ങനെ എപ്പോഴും എണ്ണി വെക്കുക, എന്നിട്ട് നബിതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏറെ ഇല്ല എന്ന് എപ്പോൾ തോന്നിയാലും അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു പുസ്തകം വാങ്ങിക്കൊടുത്തിട്ട് അതിൽ വെക്കണം എന്നതായിരുന്നു ഓർഡർ. വഫാത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ലൈബ്രറിയിലെ മൊത്തം പുസ്തകങ്ങളും ദാനം ചെയ്തു അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. മകനോട് പറഞ്ഞു, ഇനിയൊരു മുസാഫ് മാത്രം അവിടെ വെച്ചാൽ മതിയായിരുന്നു. അതിൽ മോൻ ചോദിച്ചു, വാപ്പ, നമ്മുടെ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചായിരിക്കണമെന്ന് നിങ്ങളെപ്പോഴും പറയാറില്ലേ? ഒരു മുസാഫ് മാത്രം ബാക്കിയാക്കിയാൽ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എങ്ങനെ നബി തങ്ങളെക്കുറിച്ചാകുക എന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞു, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞു. ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ്. ഞമ്മക്കിങ്ങനെ തോന്നും ഖുർആൻ അല്ലാഹു തആല ഞമ്മക്ക് തന്നതാണ് എന്ന്. അല്ല, ഖുർആൻ അല്ലാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തിലുണ്ട്, വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല
അലാ അബ്ദിഹിൽ കിതാബ. എല്ലാവർക്കും ആണെങ്കിൽ ഇബാദിഹിൽ കിതാബ എന്നാ പറയാം. ഉംറ വിസക്ക് പോയവർക്ക് അറിയാം അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഇബാദ് എന്ന് പറഞ്ഞാലേ തോനാൾ ഉണ്ടാവുള്ളൂ എന്ന്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ഒരാൾക്ക് ഇറങ്ങിയതാണ് ഖുർആൻ. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഞമ്മക്ക് തന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ്. മോൻ ചോദിച്ചു ആപ്പാട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ, അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ തന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുകൊണ്ട് മുഹമ്മദ് നബിയാകുന്ന വലിയ റഹ്മത്തിനെ തന്ന അള്ളാഹിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മി മുഹമ്മദ് നബിയാകുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് ഇഖ്ബാൽ. അങ്ങനെ ഓരോ ആയത്തുകളെയും അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ട് ഇസ്ലാമിൽ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവുമാണ്. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മുഹമ്മദ് നബിനാണ് മനസ്സിലായില്ലെങ്കിൽ ഇസ്ലാം ദീനാണ് മനസ്സിലാവില്ല. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് റബീഉൽ അവ്വലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക റബീഉൽ അവ്വല. എന്താ തർക്കം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നാണ് തർക്കം. ബിദ്അത്ത് എന്ന് പറയുന്നത് യുക്തിവാദത്തിലേക്കും യുക്തിവാദത്തിൽ നിന്ന് കുഫ്രിയത്തിലേക്കുമുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യമാകുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അതാണ് ഉമർ ബിൻ ഖത്താബിനും ഉസ്മാനും അഫ്ഫാനും സഹാബത്തിനും മുഴുവുണ്ടായത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീടിൻ്റെ മുൻവശത്ത് കുറേ മരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു മരത്തിന് എപ്പോഴും വെള്ളം പാർന്നു കൊടുക്കും. ഒരിക്കൽ മഹാനവറുകളോട് ചോദിച്ചു, എന്താണ് ഈ ഒരു മരത്തിന് മാത്രം വെള്ളം പാരുന്നത്, ബാക്കിയുള്ള മരങ്ങൾക്ക് വെള്ളം പാരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മരത്തിൻ്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് നബി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ഇനി ഈ മരം ഉണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ മുത്തബിഉസ്സുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്ന ആൾ, മുത്തബിഉസ്സുന്ന എന്ന സ്ഥാനപ്പേര് നൽകിയിട്ട് ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിൽ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണുള്ളത്, അത് മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ്റെ അടിസ്ഥാനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ആമീൻ.